ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിച്ചേഴ്സ് റോക്സ്. ഇന്ന് പുതുവർഷം. ഈ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരുപാട് നാളുകളായി ഞാൻ കാത്തിരുന്ന ആ ദിവസം ഇന്നെന്റെ അരങ്ങേറ്റമാണ്. ഇന്ന് വൈകിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ എൻ്റെ അരങ്ങേറ്റം. അതിനായി ഞാൻ മേക്കപ്പ് ഇടാൻ വേണ്ടി ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഞാനിവിടെ ചെന്നപ്പോൾ തന്നെ ടീച്ചറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് മുകളിലേക്ക് പോയി. ഇനി നിങ്ങൾ കാണാൻ പോണ എൻ്റെ മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ മേക്കപ്പ് മാൻ ഞാൻ ദക്ഷിണയൊക്കെ കൊടുത്ത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിരുന്നു. എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഗായ്സ്. 5:30 ആവുമ്പോൾ മാത്രമേ ക്ഷേത്രം ഓപ്പൺ ആവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ചെലങ്ക പൂജിക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പേ നമ്മൾ പുറത്തൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇനി നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ ബാക്കി കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ അവർ ഹായ് പറയുന്നത്. അപ്പോൾ നിങ്ങളും കമൻറ്റിലൂടെ ഹായ് പറയണം കേട്ടോ. അരങ്ങേറ്റത്തിന് സമയമായി ഗായ്സ്. അങ്ങനെ ടീച്ചർ നമ്മൾ കാലിൽ ചിലങ്ക കെട്ടി തരുന്ന ചടങ്ങാണ് കേട്ടോ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ. എൻ്റെ മാത്രമല്ല, എൻ്റെ പാരൻസിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹത്തോടെ ടീച്ചറിൻ്റെ കാലിൽ ചിലങ്ക അണിഞ്ഞു വന്നു. ഈ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ഒരു കാലിൽ ടീച്ചറാണ് ചിലങ്ക അണിഞ്ഞു തന്നെങ്കിൽ മറ്റേ കാലില് അമ്മയാണ് കേട്ടോ ചിലങ്ക അണിഞ്ഞു തരുന്നത്. അമ്മയ്ക്ക് ഏറ്റവും നല്ല നിമിഷമായിരുന്നു കേട്ടോ ഇത്. അമ്മയുടെ ജീവിതത്തിൽ നടക്കാതെ പോയ വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ന് എന്നിലൂടെ സാധിച്ചത്. അതുകൊണ്ട് എന്നെക്കാളും ഹാപ്പി ആയിരുന്നു അമ്മയും. ആദ്യം തന്നെ നമ്മൾ സ്റ്റേജിൽ തൊഴുതു. എന്നിട്ട് ആദ്യത്തെ പുഷ്പാഞ്ജലി നൃത്തം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 3 പേരായിരുന്നു കേട്ടോ അരങ്ങേറ്റത്തിനുള്ള. ബാക്കി എല്ലാവർക്കും കണ്ണകിയുടെ ഒരു നൃത്തമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ നൃത്തം പുഷ്പാഞ്ജലി നൃത്തമായിരുന്നു. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കാം, എല്ലാരും കയറി കാണണേ. രണ്ടാമതായി നമ്മൾ കളിച്ചത് അലാരിപ്പ് നൃത്തമാണ്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടേക്കാം, എല്ലാരും കയറി കാണണേ. ക്ഷേത്രത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ നൃത്തം കാണാൻ. ഈ 2 നൃത്തം കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് വലിയ ചേച്ചിമാരുടെ കണ്ണകി എന്ന ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ 3rd ഡാൻസായ നടേശ കൗതുക നൃത്തമായിരുന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ മംഗള എന്ന ഡാൻസ് ചെയ്ത് ഈ പ്രോഗ്രാം അവസാനിപ്പിച്ചു. ലാസ്റ്റ് അരങ്ങേറ്റം കഴിഞ്ഞ് ഞങ്ങൾക്കും ബാക്കി നൃത്തം ചെയ്തവർക്കും ടീച്ചറിന്റെ വകയായിട്ട് ഒരു മൊമെന്റ് ഞങ്ങൾക്ക് നൽകി. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാം നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വീട്ടിൽ വന്നതിന് ശേഷമുള്ള കലാപരിപാടികളാണ് ഗായ്സ്. നൃത്തം ചെയ്യുന്നവർക്ക് അറിയാമല്ലേ, ഈ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ജോലി. എൻ്റെ ഈ കോലം കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്യാതെ പോവരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.